നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പ്രീമിയർ ലീഗില് ആർസണലും വൂൾസും അതുപോലെ തന്നെ ലിവർപൂളും ഇപ്സ്വിച്ച് ടൗണും മത്സരങ്ങൾ നടക്കുകയുണ്ടായി. ലിവർപൂൾ ഇപ്സ്വിച്ച് ടൗൺ മാച്ചിൽ ലിവർപൂള് 2-0 ഒരു ആധികാരിക വിക്ടറിയാണ് നേടിയത്. സാലയും ജോട്ടയാണ് ലിവർപൂളിന് വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തത്. എവേ മത്സരത്തിലെ ഫസ്റ്റ് ഹാഫിലെ ഇപ്സ്വിച്ചിന്റെ ഒരു കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു എന്നാണ് കണ്ടത്. അവർ സെറ്റ് പീസുകളിൽ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡിഫെൻസീവ്ലി ഭയങ്കര വൾണറബിൾ ആയിട്ട് ലിവർപൂൾ തോന്നുന്നു. സ്ലോട്ട് അത് പബ്ലിക്കലി ഇപ്പം സ്ലോട്ടിന്റെ സത്യം പറഞ്ഞാൽ ക്ലോപ്പുമായിട്ട് നേരെ ഓപ്പോസിറ്റ് പോലെയാണ് തോന്നുന്നത്. നമ്മളറിയാം ക്ലോപ്പ് വന്നിട്ട് കുറച്ച് ഷുഗർ കോട്ട് ചെയ്യും പ്ലേയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ. ബട്ട് സ്ലോട്ട് കുറച്ചുകൂടെ ഓപ്പൺ ആണ്. ഐ ലൈക്ക് പുള്ളിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. ഭയങ്കര കാംനെസ്സും ഒരു ഭയങ്കര കാംനെസ് ആണ് സംസാരത്തിൽ. ബട്ട് കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യും. വെറുതെ ഷുഗർ കോട്ട് ചെയ്യാനോ ഓർ പ്രൊട്ടക്ട് ചെയ്യാനോ പോകുന്നില്ല. ആളുടെ പോസ്റ്റ് മാച്ച് ടോക്സ് ഒക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാൻ ഇന്നലെ കുറച്ച് കണ്ടു. പോസ്റ്റ് മാച്ച് ടോക്സ് നല്ല രസമുണ്ട് കേൾക്കാൻ ആള്. നമ്മൾ മാച്ചിലോട്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ലിവർപൂളിന്റെ ഡിഫൻസീവ് വൾണറബിലിറ്റിയും പ്രസ്സിങ്ങിന്റെ കാര്യത്തിലും ഈവൻ മിഡ്ഫീൽഡേഴ്സ് വർക്ക് ലോഡ് എടുക്കുന്ന കാര്യത്തിലും അറ്റാക്കേഴ്സിന് ഇപ്പം സ്ലോട്ടും അത് പറയുകയുണ്ടായി. അറ്റാക്കേഴ്സിന്റെ ഡിഫൻസീവ് വർക്ക് ലോഡിനൊക്കെ ആള് ഓപ്പൺലി പറയുകയുണ്ടായി. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ അതിന്റെ മച്ച് ഇംപ്രൂവിങ് സ്റ്റേജാണ് നമ്മൾ കണ്ടത്. മാച്ചിലോട്ട് നോക്കുമ്പോൾ ഗ്രാവംബർഗ്, മക്കലിസ്റ്റർ, സബോസ്ലൈ മിഡ്ഫീൽഡിനെയാണ് ഇറങ്ങിയത്. ഗ്രാവംബർഗിന്റെ പ്രോബബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ലിവർപൂൾ ഷാറ്റ്. അന്യായ പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. മക്കലിസ്റ്റർ വാസ് ഗുഡ്. സബോസ്ലൈ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഡൗൺ ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഓവറോൾ ഇംപ്രൂവ് ആയി. ആൻഡ് സാല തുടർച്ചയായ 9ാം തവണ ഗെയിം വീക്ക് 1 സ്കോർ ചെയ്തിരിക്കുകയാണ്. അത് റെക്കോർഡാണ്. ആളൊരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തു. കൂടുതൽ ചാൻസുകൾ ഉണ്ടായിരുന്നു സാലയ്ക്ക് ഗോൾ അടിക്കാൻ. ബട്ട് എന്നാലും ജോട്ടയാണ് ഒരു ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത്. സെറ്റപ്പ് ചെയ്യുന്നത് സാലയാണ്. സെക്കൻഡ് ഹാഫിൽ ജോട്ട സ്കോർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു സുഖം ചാൻസ് മിസ് ചെയ്തിരുന്നു. അതിന് തൊട്ടടുത്ത ശേഷം ജോട്ട സ്കോർ ചെയ്യുന്നു. പിന്നീട് സാലയും സ്കോർ ചെയ്യുന്നു. പിന്നീട് ലിവർപൂൾ ഡോമിനേഷൻ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിലാണ് ലിവർപൂളിന്റെ എല്ലാം നമ്മൾ കണ്ടത്. ഫസ്റ്റ് ഹാഫിൽ ഏരിയൽ ഡ്യൂവൽസ് ഒക്കെ വിൻ ചെയ്യുന്ന കാര്യത്തിലാണ് എല്ലാം ലിവർപൂൾ കുറച്ച് ഡൗൺ ആവുന്ന പോലെ തോന്നി. ക്വാൻഷാനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ മാറ്റി സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ കൊണാറ്റാനെ ഇറക്കുന്നു. അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയി, എസ്പെഷ്യലി ഏരിയൽ ബോൾസിന്റെ ഒക്കെ മറ്റും കാര്യത്തിൽ. ആൻഡ് ഇപ്സ്വിച്ച് ടൗൺ ഫിസിക്കലിയും കുറച്ച് ട്രെയിൻഡ് ആയ പോലെ തോന്നി സെക്കൻഡ് ഹാഫിൽ. ഒബ്വിയസ്ലി ലിവർപൂൾ ഡോമിനേഷൻ ആണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടത്. ആൻഡ് സ്ലോട്ട് ബോൾ ഫൺ ടു വാച്ച് ആണ്. ഒബ്വിയസ്ലി സെക്കൻഡ് ഹാഫിൽ കണ്ട പെർഫോമൻസ് റെഗുലർലി കാണുവാണെങ്കിൽ സ്ലോട്ട് ബോൾ ഈസ് സോ ഫൺ ടു വാച്ച്. മാച്ചിലോട്ട് കൂടുതൽ കാണണമെങ്കിൽ നമുക്ക് കൂടുതൽ ലിവർപൂൾ മാച്ചുകൾ വന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് പേഴ്സണലി ഇപ്പോഴും തോന്നുന്നത് ഗ്രാവംബർ, മക്കലിസ്റ്റർ, സബോസ്ലൈ മിഡ്ഫീൽഡ് 3 അഗെയിൻസ്റ്റ് ടോപ്പ് ഒപ്പോണൻസ് കുറച്ച് ഇഷ്യൂ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഒരു പ്രോപ്പർ DMF അഥവാ ഡിഫെൻസീവ് ട്രാൻസിഷനിൽ സ്ട്രഗിൾ ചെയ്യുമെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഒരു പ്രോപ്പർ DMF എൻഡോ അങ്ങോട്ട് വരുമെന്ന് അറിയത്തില്ല, അഥവാ ഇനി സൈനിങ് നടത്തുമെന്നും അറിയത്തില്ല. ബട്ട് ഗ്രാമ്പ് ഒരു പ്രോപ്പർ DMF അല്ല. ഈവൻ ദോ സെക്കൻഡ് ഹാഫിലും ഇന്നലെ ഓവറോൾ പുള്ളിയുടെ വന്നത് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നെങ്കിലും ഒരു പ്രോപ്പർ നാച്ചുറൽ DMF അല്ല എന്ന് ക്ലിയർലി വിസിബിൾ ആണ്. ആൻഡ് മക്കലിസ്റ്റർ, സബോസ്ലൈ ഇവർ രണ്ടുപേരും പ്രോപ്പർ DMFകളും അല്ല. ബട്ട് ആസ് എ ടീം അവർ ഇന്നലെ പ്രോപ്പറായിട്ട് തന്നെ കളിച്ചു. ബട്ട് ഗോയിങ് ഫോർവേഡ് അവർ ഒരു പ്രോപ്പർ DMFനെ ലിവർപൂൾ സൈൻ ചെയ്യണമെന്നുള്ളത് വിസിബിൾ ആയിരുന്നു. ഇന്നലെ അർണോൾഡിന്റെ ആ ഡെലിവറി വാസ് സോ ഗുഡ് ഫോർ ദാറ്റ്. ആ പാസ് ഒരു 1.5 പാസ് ആയിരുന്നു. റോബർട്ട്സൺ പ്ലേഡ് ഹിസ് റോൾ. സെക്കൻഡ് ഹാഫിൽ എവറിബഡി വാസ് ഗുഡ്. ജോട്ട അടിപൊളിയായിരുന്നു. സാലവിനെ എടുത്തു പറയേണ്ട. ലൂയിസ് ഡിയാസ് ത്രെറ്റനിങ് ആയിരുന്നു സെക്കൻഡ് ഹാഫിലൊക്കെ. പക്ഷെ ഓവറോൾ മാച്ചിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഫസ്റ്റ് ഹാഫിൽ കണ്ട ലിവർപൂളിനെ ഇനിയും കാണരുത്. സെക്കൻഡ് ഹാഫിൽ കണ്ട ലിവർപൂളിനെ നമുക്ക് സ്ഥിരം കാണുകയാണെങ്കിൽ ഒബ്വിയസ്ലി ലിവർപൂൾ ഫാൻസ് ഹാപ്പിയർ ആയിരിക്കും. അവിടെ നമ്മൾ ആർസണൽ വൂൾസ് മാച്ചിലോട്ട് പോവുകയാണെങ്കിൽ ആർസണലിന്റെ ഒരു ഡോമിനേഷൻ എന്ന് തന്നെ പറയാം. നമ്മൾ ആർസണലിൽ നിന്ന് എന്താണോ പ്രതീക്ഷ അത് തന്നെ ഇന്നലെ കണ്ടു. 2-0 ഒരു ആധികാരിക വിക്ടറി എന്ന് തന്നെ പറയാം. എനിക്ക് വൂൾസ് ഒരു കൊള്ളാവുന്ന 1-2 ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ ഗെയിമിൽ അധികം ഒന്നും ക്രിയേറ്റ് ചെയ്ത് പോകുന്നില്ല. സിഞ്ചങ്കോ ആണ് ഇന്നലെ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ബാക്കി നമ്മൾ പ്രതീക്ഷിച്ച ലൈനപ്പ് തന്നെയായിരുന്നു. ഗബ്രിയേലെ, സലീബ, നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബെൻ വൈറ്റ്, മിഡ്ഫീൽഡ് ഒഡിഗാർഡ്, തോമസ് പാർട്ടി, ഡെക്ലാൻ റൈസ് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ LCM റോളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ആൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം ആയിരുന്നു. ആൾ അറ്റാക്കിംഗ് ഏരിയാസിലൊക്കെ അത്യാവശ്യം ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾക്കൊരു ഫ്രീഡം കിട്ടുന്നുണ്ടായിരുന്നു തോമസ് പാർട്ടിയുടെ പ്രസൻസ് കാരണം. ഒഡിഗാർഡ് ആളുടെ സ്ഥിരം ഡ്യൂട്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഹാവേർട്സും സാക്കയും മാർട്ടിനെല്ലിയും ആയിരുന്നു. മാർട്ടിനെല്ലി സ്റ്റിൽ ലാസ്റ്റ് സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് സീസണിലെ ആ ഒരു പെർഫോമൻസ് മുന്നോട്ട് വെച്ചാൽ കുറച്ചുകൂടെ അപ്പ് ചെയ്യണം. അപ്പുറത്തേക്ക് ഹാവേർട്സും സാക്കയും 1.5 പെർഫോമൻസുകളാണ് എടുക്കുന്നത്. ഹാവേർട്സ് ആണ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത്. സെറ്റപ്പ് ചെയ്യുന്നത് സാക്കയാണ്. സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്യുന്നത് സാക്കയാണ്. മാച്ചിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ സാക്കയുടെയും ഹാവേർട്സിന്റെ ഒരു അഴിഞ്ഞാട്ടം നമ്മൾ കാണുകയുണ്ടായി. സാക്ക ത്രൂ ഔട്ട് ദ മാച്ച് ഭയങ്കര ത്രെറ്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴേക്കും വേറെ ലെവലായിരുന്നു സാക്ക. ആൻഡ് ഹാവേർട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഹാവേർട്സിന് എന്തൊക്കെ പറഞ്ഞാലും ആർസണൽ ജേഴ്സി ഇടുമ്പോൾ
മിക്കാൽ ആർട്ടേറ്റയുടെ അണ്ടർ വരുമ്പം ഹാവേർട്സ് ഒരു ഡിഫറെൻറ്റ് ബ്രീഡാണ്. ആൾക്കൊരു ഫുൾ ഫ്രീഡം ആണ്. ആൾ പിച്ചിൽ എല്ലായിടത്തും കാണാം, റൺസ് നടത്തുന്ന കാണാം, പ്ലേയേഴ്സിനെ ഈവൻ ടേക്ക് ഓൺ ചെയ്ത് കാണാം. ബോളിൻ്റെ ഹോൾഡിങ് സൂപ്പർബാണ്. ഐ തിങ്ക് ഹാവേർട്സ് ഇൻ ആർസണൽ വേറെ ഒരു സംഭവമാണ്. വേറൊരു ആർസണൽ ജേഴ്സി ഇടുമ്പോൾ ഹാവേർട്സ് വേറൊരു ലെവൽ പെർഫോമൻസിലോട്ട് എടുക്കുകയാണ്. അത് എടുത്തു പറയണം. ഹാവേർട്സിൽ ഒരു നല്ല പ്ലെയർ ഉണ്ടെന്ന് അർട്ടേറ്റയ്ക്ക് യൂസ് ചെയ്യാൻ അറിയാമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണത്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ അവസാനം ടിംബറൊക്കെ ഇറങ്ങിയതിന് ശേഷം ടിംബർ റിയലി ത്രെറ്റനിങ് ആയെന്ന് തോന്നി. ആളുടെ 1-2 ചാൻസുകൾ ആൾ ക്രിയേറ്റ് ചെയ്തു, ഡ്രിബിൾ ചെയ്ത് കയറുന്നു. അവൾ ഒരെണ്ണം ഒന്ന് ഓവർ കുക്ക് ചെയ്തിട്ടാ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒന്ന് ഓവർ കുക്ക് ചെയ്തിട്ട് റായൊക്കെ ഒന്ന് സേവ് ചെയ്യേണ്ടി വന്നു. അത് വൂൾസിന് കിട്ടിയ പ്രോബ്ലം മാച്ചിൽ ഏറ്റവും സൂപ്പർ ചാൻസ് ആയിരുന്നു. അത് ടിംബർ ആദ്യം ഒരു 1.5 സ്കില്ല് കാണിച്ച് ടേണൊക്കെ ചെയ്ത് എടുത്തിട്ട് കിടന്ന് ഓവർ കുക്ക് ചെയ്യാൻ നോക്കി, ബോൾ കളഞ്ഞു. അത് മാത്രമേ ഉള്ളായിരുന്നു ടിംബറിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് പറയാനായിട്ട് മാച്ചിൽ. ബാക്കിയെല്ലാം ടിംബർ ഇറങ്ങിയതിന് ശേഷം റിയലി ലുക്കിംഗ് ഗുഡ്. കാലിഫോർണിയനെ വരും മാച്ചുകളിൽ കാണുമായിരിക്കും. സോ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവർ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സിൻജങ്കോൻ്റെ ആ ഒരു ഏരിയ തന്നെയാണ് അവർ ഡിഫെൻസീവ്ലി വീക്കായിട്ടുള്ളതെന്ന് ഇന്നലത്തെ മാച്ചിൽ വിസിബിൾ ആയിരുന്നു. അത് തന്നെയാണ് അവർ കണ്ടിന്യൂസ്ലി വൂൾസ് ടാർഗറ്റ് ചെയ്തതും. ബട്ട് ക്ലിയർ കട്ട് ചാൻസുകൾ അങ്ങനെയൊന്നും കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഒരു കംപ്ലീറ്റ് ആർസണൽ പെർഫോമൻസ്. 2-0 ഫസ്റ്റ് മാച്ചാണ്. സോ അതിനാൽ അതിൻ്റെതായ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാണും സെറ്റായി വരാനായിട്ട്. സോ അത് ഇവഞ്ച്വലി ഗെയിം പ്രോഗ്രസ് ചെയ്യുന്നതോറും ടീമുകൾ സെറ്റാവുന്നതാണ്. ഇന്നലെ ബാർസലോണയുടെ മാച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ വന്നപ്പോൾ, അതുപോലെ ഇവൻ ലിവർപൂളാണ് നമ്മളുണ്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴാണ് സെറ്റായത്. ഇവൻ മാൻ യുണൈറ്റഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴാണ് കൂടുതൽ സ്മൂത്ത് ആയത് ഫസ്റ്റ് മാച്ചിൽ. ഇവൻ ആസ്റ്റൺ വില്ല വെസ്റ്റ് ഹാം മാച്ച്, ഇന്നലെ നമ്മൾ ആ മാച്ചിനെ കുറിച്ചും പറയാനായിട്ടാണ് പ്രോബ്ലി ദ ബെസ്റ്റ് ഈവൻ മാച്ച് എന്ന് പറയായിരുന്നു ത്രൂ ഔട്ട് ദിസ് ക്യാമ്പയിൻ ഇതുവരെ തുടങ്ങിയതിൽ. സോ ആ മാച്ചിൽ നമ്മൾ കാണാനായിട്ടാണ് ഫസ്റ്റ് ഹാമിനേക്കാൾ ഒരു മച്ച് ഇംപ്രൂവ്ഡ് സെക്കൻഡ് ഹാഫ് നമ്മൾ കാണുന്നു. സോ ഒരു 2-1 വിക്ടറി വെസ്റ്റ് ഹാമിന് അഗേൻസ്റ്റ് എബേ ചെന്നിട്ട് വെസ്റ്റ് ഹാമിൻ്റെ ഹോമിൽ ചെന്നിട്ട് 2-1 ഒരു വിക്ടറി നേടിക്കൊണ്ടാണ് വരുന്നത്. സോ ഒനാന ലുക്ക് റിയലി ഗുഡ്. ഇന്നലെ ഒനാനയുടെ സ്റ്റാർട്ടായിരുന്നു. 4-ാം മിനിറ്റിൽ തന്നെ ഒനാന ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പക്വേറ്റയുടെ ഒരു പെനൽറ്റിയിലൂടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈക്വലൈസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ക്യാഷ് ആണെന്ന് തോന്നുന്നു ആ ഒരു പെനൽറ്റി കൺസീഡ് ചെയ്യുന്നത്. ഒരു സില്ലി ഫൗളാണ് സത്യം പറഞ്ഞാൽ. വെസ്റ്റ് ഹാം ചാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഹാഫിൽ ശരിക്കും സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ആസ്റ്റൺ വില്ലയ്ക്ക് 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു 6 ഗോൾ കൂടാതെ. പക്ഷേ വെസ്റ്റ് ഹാം റിയലി സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മളുള്ള ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ബട്ട് ഒരു പെനൽറ്റി ഗിഫ്റ്റ് ചെയ്യുമായിരുന്നു. ആ ഒരു പെനൽറ്റി കൂളായിട്ട് പക്വേറ്റ എടുക്കുന്നു, 1-1 ഈക്വലൈസ് ചെയ്യുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിൽ 78-79 മിനിറ്റിലോ ഡൂറൻ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആളാണ് വിന്നർ ഗോൾ സ്കോർ ചെയ്യുന്നത്. ബട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ഈവൻ മാച്ച് നമ്മൾ കാണുന്നുണ്ട്. രണ്ട് ടീമും ഡിഫൻസീവ്ലിയും സോളിഡ് ആയിരുന്നു, ഒഫൻസീവ്ലിയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്ലിയർ കട്ട് ചാൻസുകൾ തന്നെ. ബട്ട് ഇറ്റ് വാസ് സോ ഗുഡ് ടു വാച്ച്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് കമ്പയർഡ് ടു ഫസ്റ്റ് ഹാഫ്. ബട്ട് ഓവറോൾ മാച്ച് കാണുമ്പോൾ മേ ബി ആസ്റ്റൺ വില്ല ഡിസർവിങ് വിന്നേഴ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. ആസ്റ്റൺ വില്ല ഒനാന ഈസി ആയിട്ട് ആ സൈഡിൽ ഫസ്റ്റ് ഗെയിമിൽ തന്നെ സെറ്റിൽ ചെയ്യുന്നുണ്ട്. ലുക്ക് റിയലി ഗുഡ്. സോ ആസ്റ്റൺ വില്ല, ഉനൈ എമറി ആൻഡ് ലോപ്പറ്റക്കിയുടെ വെസ്റ്റ് ഹാം രണ്ടുപേരും സീരിയസ് ആയിട്ട് തന്നെയാണ് മാച്ച് അപ്രോച്ച് ചെയ്ത്. രണ്ടുപേരും നല്ലതായിട്ട് കളിച്ചു. ബട്ട് ഡിസർവിങ് ആയിട്ടുള്ള മേ ബി ഒരു സ്ലൈറ്റ്ലി ബെറ്റർ ടീം ആസ്റ്റൺ വില്ല ആയിരുന്നു എന്ന് പറയാം. അവരത് വിക്ടറി നേടിക്കൊണ്ടുപോയി. നല്ലൊരു മാച്ചായിരുന്നു. പ്രോബ്ലി ഇന്നലത്തെ ഏറ്റവും ബെസ്റ്റ് ഈവൻ മാച്ച് എന്നുള്ള രീതിയിൽ ഇന്നലെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മാച്ച് ആസ്റ്റൺ വില്ല വെസ്റ്റ് ഹാം ആയിരുന്നു. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ മാച്ചുകളെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. എല്ലാ ടീമും ബാർസലോണ ഒരു വിക്ടറി ആയിട്ട് തുടങ്ങി, യുണൈറ്റഡ് ഒരു വിക്ടറി ആയിട്ട് തുടങ്ങി, ആർസണൽ വിക്ടറി ആയിട്ട് തുടങ്ങി, അതുപോലെ തന്നെ ലിവർപൂൾ വിക്ടറി ആയിട്ട് തുടങ്ങി. ഇന്നലെ ആസ്റ്റൺ വില്ല വെസ്റ്റ് ഹാം വിക്ടറി ആയിട്ട് തുടങ്ങി. ആൻഡ് ബ്രൈറ്റൺ ഇന്നലെ ഒരു 1-1-3 വിക്ടറി കണ്ടു. ഞാൻ ആ മാച്ച് കണ്ടില്ല, ബട്ട് കണ്ടവർ പറഞ്ഞാൽ അന്യായ പെർഫോമൻസ് ആയിരുന്നതാണ്. കൂടാതെ ഇന്ന് നമ്മുടെ ബിഗ് മാച്ച് വരുന്നുണ്ട്, ചെൽസി വേഴ്സസ് മാൻ സിറ്റി. എന്താണ് മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. നമുക്ക് വൈകിട്ട് കാണാം, വൈകിട്ട് ലൈവ് സ്ട്രീമിൻ്റെ ഇടയ്ക്ക് കാണാം. ഒരു 1.5 മാച്ചായിരിക്കും. റോഡറി ഒന്നും ഇല്ലാതാണ് സിറ്റി ഇറങ്ങുന്നതെന്ന് കേൾക്കുന്നു. എന്തായാലും ഗെയിം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഗോൾ ഫസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കെയോട്ടിക് മാച്ച് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് മാച്ച് ആയതിനാൽ തന്നെ രണ്ട് ടീമിലും ഇഷ്യൂസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. എന്തായാലും പെപ്പ് എങ്ങനെ ടീമിനെ സെറ്റ് ചെയ്യും, എൻസോ മരസ്കയുടെ അണ്ടർ ചെൽസി ഒരു ഒഫീഷ്യൽ മാച്ച് ഫസ്റ്റ് എങ്ങനെ ലൈനപ്പ് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു നോക്കാം. രണ്ട് ടീമിന് ഹാളണ്ട് അടിക്കുവോ, ജാക്സൺ അടിക്കുവോ, എന്തായാലും മാച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓവറോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ.